ഓരോ ഓഹരി എപ്പോൾ വാങ്ങണമെന്നതിനും അതിൽ എത്ര കാലത്തോളം നിക്ഷേപം നിലനിർത്തണമെന്നും ഒക്കെ നിശ്ചയിക്കുന്നതിനായി ഓരോ നിക്ഷേപകരും വ്യത്യസ്തങ്ങളായ ശൈലിയും മാനദണ്ഡങ്ങളും ഒക്കെയാണ് സ്വീകരിക്കുന്നത്. എന്നിരുന്നാലും ഷെയർ ട്രേഡിങ്ങിനെ ഗൗരവമായി സമീപിക്കുന്നതിന് വലിയൊരു വിഭാഗവും ഓഹരിയെ തിരഞ്ഞെടുക്കുന്നതിനും അതിന്മേലുള്ള ഹ്രസ്വകാല നിക്ഷേപ സംബന്ധമായ തീരുമാനം സ്വീകരിക്കുന്നതിനുമായി ആശ്രയിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസിനെയാകുന്നു. ഇത്തരത്തിൽ 3 മുൻനിര ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പുറത്തിറക്കിയ വരുന്ന വ്യാപാര ആഴ്ചയിലേക്കുള്ള റിസർച്ച് റിപ്പോർട്ടിൽ നിന്നും ഇപ്പോൾ ഹ്രസ്വകാല നിക്ഷേപത്തിനായി പരിഗണിക്കാമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതും നിലവിലെ വിപണി വില 100 രൂപയിൽ താഴെ നിൽക്കുന്നതുമായ 3 ഓഹരികളുടെ വിശദാംശങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസിൽ നിന്ന് ലഭിച്ച പോസിറ്റീവ് സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 ഓഹരികളെയും പ്രമുഖ മാർക്കറ്റ് അനലിസ്റ്റുമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സമീപകാല ലക്ഷ്യവിലയും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നോക്കാം. ആദ്യം ഓല ഇലക്ട്രിക്. രാജ്യത്തെ ഇരുചക്ര വൈദ്യുത വാഹന വിപണിയിലെ പ്രമുഖ കമ്പനിയാണ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ്. ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ മിഡ് ക്യാപ് കമ്പനിയിൽ വൈദ്യുത ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ ബാറ്ററി, മോട്ടോർ പോലെയുള്ള അനുബന്ധ ഘടകങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിലൊരു 73 രൂപ 40 പൈസയിലായിരുന്നു ഓല ഇലക്ട്രിക് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. അതേസമയം വരുന്ന ആഴ്ചയിൽ 72 രൂപ നിലവാരത്തിലേക്ക് ഓല ഇലക്ട്രിക് ഓഹരി എത്തുമ്പോൾ ഹ്രസ്വകാല നിക്ഷേപം പരിഗണിക്കാമെന്ന് ഇക്വിറ്റി അഡ്വൈസറി സ്ഥാപനമായ SS വെൽ സ്ട്രീറ്റിൻ്റെ സ്ഥാപകൻ സുഗന്ധ സച്ദേവ പറഞ്ഞു. ഇവിടെ നിന്നും 77 രൂപയിലേക്ക് വരെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ മിഡ് ക്യാപ് ഓഹരിയുടെ വില ഉയരാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ അനുമാനം. ഇപ്പോൾ ഓല ഇലക്ട്രിക് ഓഹരി വാങ്ങുന്നവർ 69 രൂപ 80 പൈസയിൽ സ്റ്റോപ്പ് ലോസ് സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയായ സുഗന്ധ സച്ദേവ പറഞ്ഞു. ജയ്സ്വാൾ നെക്കോ ഇൻഡസ്ട്രീസ്. ഇരുമ്പ്, ഉരുക്ക് വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ജയ്സ്വാൾ നെക്കോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. എഞ്ചിനീയറിംഗ്, വാഹനം, റെയിൽവേ, ഊർജ്ജം തുടങ്ങിയ വ്യവസായ മേഖലകളിലേക്ക് ആവശ്യമായ വിവിധതരം മിശ്രലോഹങ്ങളും സ്റ്റീൽ കാസ്റ്റിങ്ങുകളും നിർമ്മിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച 40 രൂപ 10 പൈസയിലായിരുന്നു ജയ്സ്വാൾ നെക്കോ ഇൻഡസ്ട്രീസ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. അതേസമയം വരുന്ന ആഴ്ചയിൽ 37 രൂപ 50 പൈസ 39 രൂപ നിലവാരത്തിനിടയിൽ നിന്നും ജയ്സ്വാൾ നെക്കോ ഇൻഡസ്ട്രീസ് ഓഹരി എത്തുമ്പോൾ ഹ്രസ്വകാല നിക്ഷേപം ആലോചിക്കാവുന്നതാണെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ഹെൻസിക്സ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗം ഉപമേധാവി മഹേഷ് മോജൻ നിർദ്ദേശിച്ചു. ഇവിടെ നിന്നും സമീപകാലയളവിൽ ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ വില 44 മുതൽ 47 രൂപയിലേക്ക് വരെ മുന്നേറാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ നിഗമനം. ഇപ്പോൾ ജയ്സ്വാൾ നെക്കോ ഇൻഡസ്ട്രീസ് ഓഹരി വാങ്ങുന്നവർ 35 രൂപയിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയായ മഹേഷ് മോജ് കൂട്ടിച്ചേർത്തു. BMW ഇൻഡസ്ട്രീസ്. കൊൽക്കത്ത കേന്ദ്രമാക്കി ഉരുക്ക് സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് BMW ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ആഴ്ച 50 രൂപ 70 പൈസയിലായിരുന്നു ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. അതേസമയം വരുന്ന വ്യാപാര ആഴ്ചയിൽ ഈ നിലവാരത്തിൽ നിന്നും BMW ഇൻഡസ്ട്രീസ് ഓഹരിയിൽ ഹ്രസ്വകാല നിക്ഷേപം പരിഗണിക്കാമെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ലക്ഷ്മി ശ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗം തലവൻ അൻഷുൽ ജെയിൻ സൂചിപ്പിച്ചു. സമീപഭാവിയിൽ ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ വിപണി വില 55 രൂപയിലേക്ക് വരെ ഉയരാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ അനുമാനം. ഇപ്പോൾ BMW ഇൻഡസ്ട്രീസ് ഓഹരി വാങ്ങുന്നവർ 49 രൂപയിൽ സ്റ്റോപ്പ് ലോസ് സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂടി അൻഷുൽ ജെയിൻ വ്യക്തമാക്കി. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച 3 ഓഹരികളിലെ നിക്ഷേപ സംബന്ധമായ വിവരം ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പങ്കുവച്ചാണ്. ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം നേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടീമിലുള്ള ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.